താങ്കളുടെ ഇത് നോക്കുമ്പോൾ കോയമ്പത്തൂരിലും ബിസിനസ് പരിപാടി, കോയമ്പത്തൂരിലെ ബിസിനസ് ഈ അലുമിനിയം എക്സ്ട്രൂഷൻ തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നയാളാണ്. എന്തോ ഞാൻ എൻ്റെ അടുത്ത ചോദ്യം അതാണ്. അതെ, ഞാൻ ഇവിടെ ഇതിനു മുമ്പ് ഒരു എമർജിംഗ് കേരള എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. കേരള ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തതാണ്. അതിന് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു എക്സ്ട്രൂഷൻ കമ്പനി തുടങ്ങാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. എന്നെ ഇവിടുത്തെ ആ ബ്യൂറോക്രസി എന്ന് പറയുന്നൊരു സാധനം 1% പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിപ്പോയി. ഞാൻ ഒരിക്കലും ബ്യൂറോക്രസി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കാര്യം ഞാൻ ജീവിക്കുന്ന രാജ്യം അങ്ങനെയൊരു രാജ്യമല്ല. അത് വളരെ സോഷ്യലൈസ്ഡ് ആയിട്ട് സിംപ്ലിസിറ്റിയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ കാര്യം നടത്തിത്തരാൻ താല്പര്യമുള്ള ഭരണാധികാരികളുടെ ഒരു രാജ്യത്ത് ഇത്രയും കാലം ജീവിച്ച ഒരാൾക്ക് ഇവിടെ വന്ന് ഈ ബ്യൂറോക്രസി കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കോയമ്പത്തൂരിലേക്ക് മാറി. അല്ല, അവർ വാശിപ്പുറത്ത് പോയതാണ്. എന്നെ ഈ ഇവിടുത്തെ ഗവൺമെൻറ് പല സ്ഥലങ്ങളിൽ ഓടിച്ചു, സ്ഥലം കാണിക്കാൻ. ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ലാത്ത കഴിയുമ്പോൾ വേറൊരിടത്ത് പോകുമ്പോൾ അവിടെ ഇവിടെ പവറില്ല. പവർ എടുത്തുമ്പോൾ ഗ്യാസില്ല. ഗ്യാസുള്ളിടത്ത് ചെല്ലുമ്പോൾ സ്ഥലം എങ്ങനെ അതിൻ്റെ തലം എങ്ങനെയാണ് കിടക്കുന്നത് പോലും പറഞ്ഞു തരാനുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. പിന്നെ പല ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നല്ല രീതിയിലവിടെ ജീവിച്ചു പോയില്ലേ ആര് സാറേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ നമ്മൾ എന്താണ് അവർ ചെയ്യുന്നത്, ഡീമോറലൈസ് ചെയ്യാണ്. എന്തിനാണെന്ന് എന്നെ കണക്കുള്ള ഒരാൾ സുഖമായി അന്തസ്സായി സകുടുംബം ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് അവിടെ ജീവിക്കേണ്ട പോലെ ജീവിക്കാനും പറ്റുന്നുണ്ട്, എൻ്റെ സ്റ്റാറ്റസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്, എനിക്കൊരുത്തരൊരു വർത്തമാനം പറയാൻ പേടിക്കണ്ട, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ എന്തിന് ഇങ്ങോട്ട് വരണം? പക്ഷേ എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോൾ എന്നെ ഇവിടെ നിലനിർത്തേണ്ടത് ഇത് വിളിച്ചു വരുത്തിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. അവരതിൽ കാണിച്ച വീഴ്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, കോയമ്പത്തൂർ നടന്നുകൊണ്ടിരുന്ന ഫാക്ടറി പോയി വിലയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് ആ ഫാക്ടറി ഞാൻ നടത്താൻ തുടങ്ങിയത് വളരെ സക്സസ്ഫുൾ ആയിട്ട് 180 കിലോന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ബ്യൂറോക്രസിയുടെ ഉപദ്രവമില്ല, അവിടെ അങ്ങോട്ട് സാധനം ഇല്ല. അവിടെ ആരും നിങ്ങളടുത്തോട് വരുന്നില്ല. ഒരിക്കൽ രജിസ്ട്രേഷൻ കമ്പനി ഓണ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ നിങ്ങളുടെ കയറി വരികയില്ല, ഒരു പിരിവുകാരൻ നിങ്ങളുടെ കയറി വരത്തില്ല, ഒരു ഗുണ്ട നമ്മുടെ ഫാക്ടറിക്ക് അത് കയറി വരത്തില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ വല്ല ആഘോഷ വേഷങ്ങളിലൊക്കെ ഏതെങ്കിലും ആൾക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ച സംഭവം വെച്ചാൽ കൊടുക്കുന്നതിനപ്പുറത്തോട്ട് ഞാൻ എൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കാം.